ഈ വീഡിയോ എക്സ്ക്ലൂസീവ്ലി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ബോയ്സ് ക്യാൻ സ്കിപ്പ്. ലസ്റ്റഡ് ആയിട്ടുള്ളൊരു മാനാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളതെന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ സൈലൻസ്, ബോഡി, അറ്റൻഷൻ, അവൈലബിലിറ്റി ഇതൊക്കെയാണ് വേണ്ടത്. നിങ്ങളിലേക്കുള്ള ആക്സസ് എപ്പോഴൊക്കെയാണോ കുറയുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ അടുത്തുള്ള അട്രാക്ഷനും നോർമലി അയാൾക്ക് കുറയും. ലസ്റ്റ് ഡ്രിവൺ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഐ കാൺ ലിവ് വിത്തൗട്ട് യു എന്നൊക്കെ പറയും. ഫിസിക്കൽ ക്ലോസ്നെസ്, ഇൻറ്റിമസി ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഇമോഷണലായിട്ട് ഒരു പ്രഷർ എപ്പോഴും ആ റിലേഷൻഷിപ്പിന് ഉണ്ടാവും. ലസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാൻ എപ്പോഴും അൺകണ്ടീഷണലായിട്ട് അവർക്ക് ലവ് ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവരുടെ അഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് മാത്രമേ അവർ ഗേൾസിനെ കാണാൻ സാധ്യതയുള്ളൂ. അതുപോലെ എപ്പോഴാണോ അവരുടെ ഒരു കംഫർട്ട് അവസാനിക്കുന്നത്, അപ്പോൾ അവർ റിലേഷൻഷിപ്പിൽ നിന്ന് സ്കിപ്പായി പോവും. ഉടനെ തന്നെ അടുത്തയാളെ കണ്ടെത്തിയിട്ടും ഉണ്ടാവും. നിങ്ങളുടെ പെയിൻ എന്ന് പറയുന്നത് അത് ഫിസിക്കൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും അവർക്കൊരു ഇൻകൺവീനിയൻസ് ആണ്. മിനിമൈസ് ആയിട്ട് മാത്രമേ ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ. പലപ്പോഴും നിങ്ങളെ ടു സെൻസിറ്റീവ് എന്ന് അവർ വിളിച്ചേക്കാം. കാര്യങ്ങൾ എപ്പോഴാണോ സീരിയസ് ആയി തുടങ്ങുന്നത്, അപ്പം തൊട്ട് അവർ ടോപ്പിക്സും ചേഞ്ച് ചെയ്ത് തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ വാല്യൂസ് എത്രത്തോളം ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് ഇവർ കമൻറ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. മണി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പരിധിവരെ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ വാല്യൂസിന് മാത്രമാണ് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പൂവർ ആയിട്ടുള്ള മാനാണ് വാല്യൂസ് ഇല്ലാത്ത ലെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാനിനെക്കാട്ടിലും എത്രയോ ബെറ്റർ. പലപ്പോഴും ഒരു ഹറി ആയിട്ട് പെൺകുട്ടികൾ ഐ വാണ്ട് ടു ബി ലവ്ഡ് എന്നുള്ളൊരു ഏർജിൻ്റെ പുറത്ത് ലവും ലസ്റ്റും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാതെ ലസ്റ്റിനെ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലസ്റ്റ് എന്ന് പറയുന്നത് വളരെ മൊമെൻ്ററി ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ്. ഒരു ചീപ്പ് ഡോപ്പമിൻ റഷാണ് ആ സമയത്ത് ആൺകുട്ടികളിൽ ഉണ്ടാകുന്നത്. പക്ഷേ ലവ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്.